എടാ രാഘവൻ ചേട്ടന്റെ വീട്ടിൽ എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? പുള്ളിക്കാരന്റെ മോളില്ലേ രുക്മിണി, അവളെ ഒളിച്ചോടി പോയല്ല. രുക്മിണി ഒളിച്ചോടിയോ? ആ, എന്നിട്ട് ഞാൻ അറിഞ്ഞല്ലോടാ. നീ ഇപ്പോഴെല്ലാം ഉറക്കത്തിന്ന് എനിക്കണേ, പിന്നെ എങ്ങനെ അറിയും? എടാ ഇവിടെയുള്ള ഞാൻ അറിയുന്നതിനൊക്കെ മുന്നേ അവിടെയുള്ള നീ എങ്ങനെയാടാ അറിയുന്നത് ആദ്യം? ഹലോ, കടവിന്റെ അവിടെ എന്താ പരിപാടി? കടവിൽ ചൂണ്ടിട്ടോണ്ടിരിക്കുവാ. ഓളടിച്ചല്ല, 2 കരിമീനൊക്കെ കിട്ടിയല്ല. ആടെ 2 കിട്ടി. എന്താ പരിപാടി? വെക്കാനാ പൊരിക്കാനാ? എടാ ഞാൻ നിന്നെ കുറച്ച് അങ്ങോട്ട് വിളിക്കാം. എന്നാലും ഇതൊക്കെ എങ്ങനെ അറിയുന്നു? റീല് കാണാനും സമ്മതിക്കില്ല. ആ പറയാ, നീ അവിടെ റീലും കണ്ടോണ്ടിരുന്നോ? മുല്ലപ്പെരിയാർ ഡാം പൊട്ടി ഓടി രക്ഷപ്പെടാൻ നോക്ക്. ഡാം പൊട്ടിയോ? എപ്പോ? ദൈവമേ, എന്തൊക്കെ എടുക്കണ്ട. അയ്യോ, എന്റെ 2000 ക്രോക്സ്. എടാ തെണ്ടി, നീ വേണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നതിനൊക്കെ മുന്നേ നിങ്ങളാണല്ലോ ആദ്യം അറിയുന്നത്. എടാ അടുത്ത ആഴ്ച ഞാൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അല്ല, മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കാനായിരിക്കും. ആ വാളിയാ സർപ്രൈസ് ആണ്, ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ നീ എനിക്ക് മറ്റേ വീഡിയോ ഷൂട്ട് ചെയ്ത് തന്നെ, വീട്ടുകാരൊക്കെ സർപ്രൈസ് ആവൂലേ അത്. ഇതുവരെ ഒരു പ്രവാസം ചെയ്യാത്ത നല്ല ഫ്രഷ് സാധനം. ആ നീ വാളി, ഞാൻ ഷൂട്ട് ചെയ്തരാം. പിന്നെ നിനക്ക് ഞാനൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുതന്നെ. എന്താ അത്? ടൈഗർ ബാം. ആ കൊണ്ടുപോളി, എല്ലായിടും തേക്കാല്. അവിടെ ശരി ശരി. ഞാനൊരു ഫോറിൻ ബോയ് അല്ലേ, എന്റെ കയ്യില് കാശില്ലേ, പെണ്ണിനെ തേടും ഞാനൊരു ഫോറിൻ ചെക്കൻ. എന്താടാ? ഹലോ എടാ, ഇന്ത്യയുടെ കളി തന്നെ. എനിക്കിവിടെ ഡ്രീം 11 ടീം സെറ്റ് ചെയ്യാനായിട്ടാ. എടാ കളി തുടങ്ങാൻ ഇനി 1/2 മണിക്കൂറും കൂടി ഉണ്ടല്ലോ. എടാ അത് ഇവിടെ ഇന്ത്യയിലല്ലേ? അവിടുത്തെ സമയം ഇന്ത്യയിലേക്ക് ഒരു 3-4 മണിക്കൂർ മുന്നേ അല്ലേ? അപ്പൊ അവിടെ കളി തുടങ്ങി കാണുമല്ലോ. ക്യാപ്റ്റനായിട്ട് ആലോചിക്കണം. രോഹിത് ശർമ്മ മതിയോ? റോഹിത്തോണ്ട കോഹ്ലിനെ വെച്ചോ. കോഹ്ലി സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. സെഞ്ചുറി അടിച്ചോ? അപ്പൊ വൈസ് ക്യാപ്റ്റനായിട്ട് ആരോ വെക്കണം? ബുംറേനെ 5 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഓക്കേടാ, താങ്ക് യുടാ. വേറെ ആർക്കും പറഞ്ഞു കൊടുക്കല്ലേ? ഇതിന് ഇത്രക്ക് മണ്ടനായിരുന്നു. ആദ്യമായിട്ട് ഇവനെ കൊണ്ട് ഒരു ഉപകാരമുണ്ട്. എന്താടാ? എന്നെ അങ്ങനൊന്നും പറ്റിക്കാന്ന് വിചാരിക്കണ്ട. ഞാൻ അത്ര മണ്ടനൊന്നും അല്ല. നിനക്ക് ഇപ്പോഴെങ്കിലും കാര്യം മനസ്സിലായല്ലോ. എടാ നാളെ അല്ലടാ ക്രിക്കറ്റ് മാച്ച്. അപ്പൊ ഇന്നെങ്ങനെയാ നമുക്ക് ഡ്രീം 11 സെറ്റ് ചെയ്യാൻ പറ്റുന്നത്? നീ നാളെ ഞാൻ വിളിക്കാൻ ഫോൺ എടുക്കണം കേട്ടോ. ഈ സമയത്ത് നാളെ വിളിക്കണേ. പിന്നെ വേറെ പലരും വിളിക്കും, എനിക്ക് മാത്രം പറഞ്ഞു തന്നാൽ മതി കേട്ടോ.